രാധേ, ഞാൻ അഭിഷേകത്തിന് കയറുക. അവലും മലരും പഴമൊക്കെ ഒരുക്കി വെക്കുക. ആ കുട്ടിയോട് ഇപ്പം ഇങ്ങെത്തും. പിന്നൊരു ബഹള. രാമ, ആ കൊച്ചുട്ടി ഒന്ന് വിളിക്കുക. എവിടെ പോയി കിടക്കണു പെണ്ണ്? കൊച്ചുട്ടി, കൊച്ചുട്ടി. വയ്യാത്തോടത്ത് ഇത്ര നേരത്തെ എനിക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കണം അമ്മയ്ക്ക്. വൈദ്യൻ എന്താ പറഞ്ഞത്? ശരിയല്ലേ അവള് പറഞ്ഞത്? ഉച്ചപൂജയ്ക്ക് തൊഴുതാ പോരാർന്നോ? എന്നില്ലല്ലോ. ഏവരുടെ വിശേഷ ദിവസമായിട്ട് കുളിക്കാണ്ടിയും തൊഴാണ്ട് ചാർത്തി ഇരിക്കാൻ ഒക്കുവോ? രാധേ, ഇവര് ഒരു 7 ദിവസം പതിനിരിക്കാൻ വന്നതാണ്. അപ്പൊ താമസം ശാരദ ഏർപ്പാടാക്കല്ലേ? അതിനെന്താ, ഇവരെ ശാരദയ്ക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോട്ടെ. ഞാൻ ഉടനെ അമ്മയും കൂട്ടി വരാം. എന്നാ പോവാം, തൊഴുതിട്ട് വരാം. കുട്ടിയോടില്ല. വറതിരുമലും വേലം പ്രവൃത്തിയും ഒക്കെ നടത്തിയതാ. ഒഴിഞ്ഞു പോണില്ല.
പ്രശ്നത്തിലൊന്നും കണ്ടില്ലേ? കോടമന നമ്പൂരി അടുത്ത് ചെന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. തറവാട്ടില് ചെറുപ്രായത്തിലൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടത്രേ. അതിന്റെ ഉപദ്രവാ. ഒരാഴ്ച ഇവിടെ വന്ന് ഭജന ഇരുന്നിട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. ചോറിട്ടെ ധാരാളായി. അല്പം പാൽപ്പായസം കൂടി ആവാം. പ്രസാദ, നിങ്ങളിരിക്കെ, ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് വരാം. അമ്മേ, ഇവർക്ക് എന്താ വേണ്ടച്ചാ കൊടുക്കണം. ഞാൻ ഇറങ്ങാണ്. കൂട്ടിക്കൊണ്ടു പോവാൻ വരാം. നടന്ന് ക്ഷീണിച്ചതല്ലേ, കാലത്ത് പോവാം. അത് വിഷമാണ്. വീട്ടിലാരുമില്ല, ചെറിയ കുട്ടികളാ. അയൽവക്കക്കാരെ കൊണ്ടാണ് ഒരു സഹായവുമില്ല. മകളെവിടെ? യാത്ര പറഞ്ഞില്ല. നടന്നോളൂ, പശുവിനെ കഴുകുന്നുണ്ടാവും. അങ്ങോട്ട് നീങ്ങി നിക്ക്, അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. ചെലവിനുള്ള വക അവരുടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വാങ്ങിക്കോളൂ, പഠിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ. ഇത്ര തിടുക്കത്തിലോ? സാമാന്തം വിചാരിച്ച ഇന്നങ്ങ് എത്തില്ല. ഇടക്ക് ചെറിയ ഇളക്കം വരും. ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും ഒരു ശ്രദ്ധ വേണം. വിഷമിക്കണ്ട, പോയി വരൂ. എനിക്കിതൊക്കെ ഇപ്പൊ ഒരു ശീല. 2-3 മാസം വയറ്റിലുണ്ടായിരുന്നു. തൊട്ടിയില് വെള്ളവുമായി കക്കൂസിലേക്ക് പോയതാ. ഞാൻ അടുക്കളയിലായിരുന്നു. നിലവിളി കേട്ടോണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോ നിലത്ത് വീണ് കിടക്കുന്നു. തൊട്ടിയിലെ വെള്ളം അവിടെ എല്ലാം ഓളം തല്ലുന്നു. മുറിവെല്ലാം പറ്റിയോ? മുറിവൊന്നും പറ്റിയില്ല. എന്നാലും ഇരിക്ക, കുത്താലിയല്ലേ വീണത്. ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇറയത്തെ കട്ടിലേക്ക് കിടത്തി. പിന്നീടാ വേദന തുടങ്ങിയത്. വയറ്റിലല്ല, നടുവിലാന്നാ പറഞ്ഞത്. ഒളിയണ പോലെ. ആശുപത്രി കൊണ്ടുപോയില്ലേ? ഉവ്വ്. പോണ വഴിക്ക് തന്നെ രക്തം പോക്ക് തുടങ്ങി. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും അവള് തളർന്നു. എങ്ങനെ വീണത് എനിക്കറിയില്ല. ഏതോ ഒരു ഭീകര രൂപം അവളുടെ നേരെ ചാടി വീണുന്നാ. പിന്നെ ഒന്നും ഓർമ്മയില്ലാത്രേ. ഏതായാലും ആയുസിന് കുഴപ്പമൊന്നും വന്നില്ലല്ലോ, അതെന്നെ ഭാഗ്യം. അതാ ഞങ്ങളുടെയും സമാധാനം. കുളിച്ചമ്പലത്തിലേക്ക് പൊക്കോളൂ. എനിക്ക് ഈ പാല് സംഘത്തിൽപ്പെടുത്തണം. ഞാൻ എത്തിക്കൊള്ളാം. വെള്ളം ചേർക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഗോപാലപ്പാപ്പയുടെ പാല് വേണ്ട. ദൈവദോഷം പറയരുത്. ഞാൻ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങളുടെ പശു ധാരാളം വെള്ളം കുടിക്കും, അതുകൊണ്ടായിരിക്കും കൊഴുപ്പ് കുറവ്. വെള്ളം ചേർത്ത പാല് തരുന്നതും പോരാ, പിന്നെ താൻ പറയുന്ന നോണയും ഞാൻ കേൾക്കണം. വെള്ളമൊഴിച്ച പാല് കണ്ടുപിടിക്കാനാ ഈ യന്ത്രം. ദേ, ഈ പാല് നോക്ക്, ഒരു തുള്ളി വെള്ളം കാണില്ല. എന്താ ഒരു ശബ്ദം കേട്ടത്? ആരോ നിലവിളിക്കണ മാതിരി. ഞാൻ നോക്കി വരാം. ഞാനൊന്ന് മുന്നിട്ട് വരാം. ചെറുപ്പം കളിച്ച് നോക്കാം. പിടിച്ചോളൂ. രാത്രി സൂക്ഷിക്കണം. സ്ത്രീകള് തനിച്ചല്ലേ ഉള്ളൂ. ഓ, ഒന്നും ഉണ്ടാവില്ല. യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. ഒന്നുമല്ല, കണ്ടതായിരുന്നു.
കാളി ഉറയണ പോലെ തീർത്ഥം ദേഹത്ത് വീണപ്പോഴല്ലേ ഒന്ന് അമർന്നത്. കൊച്ചുട്ടി നേരിട്ട് കണ്ടോ? ഞാൻ കണ്ടില്ല, ആശാൻ പറയണ കേട്ടു. നേദ്യം. ആ കുട്ടി ഷാരത്തേക്ക് പോയോ? ആ എന്താ ശാരദേ, ഉറക്കം വരുന്നില്ലേ? ഞാൻ ഈ മുറി കിടന്നോട്ടെ? പിന്നെന്താ, ആ മുറി ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോളാം. കിടന്നോളൂ, എനിക്കൊരു കൂട്ടായില്ല. ഞങ്ങൾ ഇവിടെ കിടന്നോളാം. പേടിക്കണ്ട, ഉറങ്ങിക്കോളൂ, ഞാൻ അടുത്തില്ലേ. ദേഹത്തോടെ എന്തോ അടിച്ചു നടക്കണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എത്തിയെന്നത്. കൈകൊണ്ട് തപ്പി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. മുറിയിലെ വിളക്ക് തെളിച്ച് വീണ്ടും ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം പിടിച്ചു തുടങ്ങിയപ്പോൾ എന്തോ മൂളി പറഞ്ഞു വന്ന് എന്റെ വയറ്റത്തിരുന്നു. ഞാൻ എണ്ണീറ്റിരുന്നു. എന്റെ വയറ്റിലൂടെ രക്തം ഒഴുകുന്നു. നില വിളിച്ചുകൊണ്ട് ഞാൻ വാതിൽക്കലേക്ക് ഓടി. സാക്ഷി നോക്കി ഞാൻ വാതിൽ വലിച്ചു തുറന്നു. പക്ഷെ തുറക്കണില്ല. ദയവ് ചെയ്തതും തുറന്നു തരൂ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ഞാൻ ആ മുറിയിലൂടെ ഓടി നടന്നു. ഇന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്നത്തേന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഞാൻ ഞെട്ടി ഉണരും. ഇന്നിനി പേടിക്കാനൊന്നുമില്ലല്ലോ, കൂട്ടിന് ഞാനില്ലേ. എന്നെ തനിച്ചാക്കിയിട്ട് ചേച്ചി പോവോ? ഉറക്കമാണെന്ന് നോക്കുമ്പോ അടുത്ത ആളില്ലെങ്കിൽ എനിക്ക് പേടിയാവും. ഇല്ല, ഞാനെങ്ങും പോവില്ല. ശാരദയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഈ ചിരി വന്ന 3 കൊല്ലം കഴിയും. സൗദിയില്ല, അറിയിച്ചിട്ടും വന്നില്ല. ലീവ് കിട്ടില്ലാത്തത്. കൂടത്തിച്ചൂടെ? പറ്റില്ലെന്നാ പറയണത്. ഒക്കെ ശരിയാവും ശാരദേ, ഇപ്പൊ കിടന്നുറങ്ങൂ. രാവിലെ ഞാൻ എണീക്കുമ്പോ വിളിക്കാട്ടോ. എന്നിട്ട് നമുക്ക് കുളത്തിൽ പോയി കുളിക്കണം. ദേവരെ മനസ്സിൽ വിചാരിച്ച് കിടന്നോളൂ, പേടി ഉണ്ടാവില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൂല്ലേ? ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയാ? ഈ പാലൊന്ന് പൂജിച്ചേരി സംഘത്തിൽ കൊടുക്കണം. വലിയമ്പലത്തിൽ ഇരുന്നോളൂ. ഭജനയിരിക്കാൻ വന്ന പെണ്ണ് പോയോ? ആ, അവരിന്നലെ പോയി. അവളുടെ കാര്യം ഓർത്താ വലിയ കഷ്ടാണ്. പാവം പെണ്ണ്. അതെ അതെ, പാവം പെണ്ണ്. പൂച്ച പാല് കുടിക്കണ പോലെ. എന്തൊക്കെയാ ഓരോരുത്തർ പറയണമെന്നറിയോ? നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ അമ്പലത്തിലായിരുന്നെന്നാ കേൾവി. രാധക്കുട്ടി ഇതൊന്നും കേട്ടില്ലേ? വിഷാരത്തെ ആരും വന്ന് ഞാൻ കണ്ടില്ല. എന്നോടൊട്ട് ആരും ഒന്നും പറഞ്ഞില്ല. വിഷാരത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. പിന്നെ രാധക്കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനൊന്നും പറയണില്ല. എന്ത് തോന്നിയാത്താ നിങ്ങൾ പറയണേ? അതൊരു സുഖമില്ലാത്ത കുട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കം വരും. നല്ല ഇളക്കാത്. അതുകൊണ്ടായിരിക്കും കണ്ട ചെറുപ്പക്കാരിയൊക്കെ കണ്ണുകാട്ടി വിളിക്കണത്. രാധക്കുട്ടി ഒരു പാവാ, അതൊന്നും മനസ്സിലാകാത്തത്. വല്ലവരും പറയണതല്ലേ മീനാക്ഷിക്ക് അറിയൂ? ഞാൻ അതിന്റെ കൂടെ 6 ദിവസം അന്തി ഉറങ്ങിയതാ. ആദ്യത്തെ തലത്തിൽ പോയ പിന്നെയായി അസുഖം. ഭർത്താവ് പേർഷ്യല, കുട്ടികളും ഇല്ല. പറയണതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ആളുകൾ പറയണേല് സത്യം കാണും. ദേവെടുത്ത ഗോപിക്കുട്ടന്റെ കെട്ടിയവളുടെ കഥ കേട്ടു. ആ സംഘത്തിലെ ചെറുപ്പക്കാരന്റെ കൂടെ താഴെപ്പറമ്പിൽ അവളെ കണ്ടവരുണ്ട്. പാല് വാങ്ങാൻ വന്നവൾ എന്തിനാ അവിടെ പോയത്? ആവോ, എനിക്കറിയില്ല. ഓ, ഞാനൊരു കാര്യം മറന്നു. നല്ലേട്ട മണിക്കുട്ടൻ വന്നിട്ടുണ്ട്. രാധക്കുട്ടി കണ്ടോ? ഇല്ല. രാധക്കുട്ടിയെ കാണണമെന്നും പറഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പിഷാരത്ത് വരും. മണിക്കുട്ടൻ തന്നതാ. രാധക്കുട്ടിക്ക് വായിക്കണോ? നല്ല രസമുണ്ട്, വായിച്ചു നോക്ക്. ഓ,
എനിക്കിതൊക്കെ വായിക്കാൻ എവിടെയാ നേരം? ഇങ്ങനെ സദാസമയവും അമ്പലത്തിൽ കിടന്നോ? മൂത്ത് നരച്ചാൽ പിന്നെ ആരും വരില്ലെന്ന് ഓർത്തോളണം. അല്ലെങ്കിൽ ആര് വരാനാ മീനാക്ഷി? അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് ഞാൻ പോയാ പിന്നെ എന്റെ തേവർക്ക് മാല കെട്ടണത് ആരാ? എനിക്ക് ഈ അമ്പലം എന്റെ തേവരും മാത്രം മതി. രാധക്കുട്ടിക്ക് നേരില്ലെങ്കിൽ വേണ്ട, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളണം. അയാളുടെ രോമാവൃതമായ മാറിൽ പതഞ്ഞുവരുന്ന സോപ്പ് കുമിളകളിലൂടെ അവളുടെ വിരലുകൾ പതിച്ചു നടന്നു. അയാൾ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. വെള്ളിപ്പതം നിറഞ്ഞു പൊങ്ങുന്ന ആ നെഞ്ചിൽ അവൾ മുഖം പോയി. ഇതൊക്കെയാണോ വായിക്കണേ? എനിക്ക് കേൾക്കണ്ട. എന്തൊരു കരച്ചിലായിരുന്നു. ചെവിതല കേൾപ്പിക്കുന്നില്ല. ചാതൊന്ന് അഴിച്ചു കിട്ടാൻ ചെന്നപ്പോ തൊട്ടിക്കിടന്ന് 2 ചാത്ത. 2 തവണ ചവിട്ടിച്ചതാ, ചേന പിടിക്കുന്നില്ല. എന്റെ മൂരിയെ കൊണ്ട് ചവിട്ടിച്ചവരാരും പിന്നെ പരാതി പറഞ്ഞിട്ടില്ല. ചേന പിടിച്ചില്ലേ, ഇതേ കാശ്. പക്ഷെ രൊക്കം പണം വേണം. കടം പറയണ പരിപാടി ഇവിടെ ഇല്ല. അതിനിപ്പോ ആരാ കടം പറഞ്ഞത്? റൊക്കം കാശ് കൊടുത്താ കഴിഞ്ഞ തവണ കുട്ടൻചാവന്റെ മൂരിയെ കൊണ്ട് ചവിട്ടിപ്പിച്ചത്. എനിക്കപ്പോഴേ സംശയമായിരുന്നു. അതുപോലെ ഒരു കിടാവ്. ഒരു ചായ കടിക്കാൻ വല്ലതും? ഓ വേണ്ട. ഇനിയിപ്പോ അച്ചാന്റെ കാളമൊരുക്കി പണിയില്ലാണ്ടാവും. സൊസൈറ്റിക്കാര് പശുവിനെ കുത്തിവെക്കാൻ ആളെ കൊണ്ടുവരുന്നുണ്ട്. കുത്തിവെച്ച ചെനയുണ്ടാവുമെങ്കിൽ അങ്ങനെ ആട്ടെ, കാണാലോ. തമാശയല്ല, പറയണ കേട്ടതാ. കുത്തിവെക്കണ പശുവിന് പാല് കൂടുതലാത്രേ. എവിടെല്ലാം അന്വേഷിച്ചു. ഈ മിണ്ടാപ്രാണിക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിന്റെ ശാപം എനിക്കാ. വന്നോന്നറിഞ്ഞു. എവിടെ ആയിരുന്നു ഇത്ര ദിവസം? ആര് പറഞ്ഞു? മീനാക്ഷി ആയിരിക്കും. ഇവിടെ എല്ലാം എല്ലാവരും അറിയും. പേർഷ്യനൊക്കെ പോണെന്ന് കേട്ടു, നേരാണോ? ലീവ് കഴിഞ്ഞ് വന്നാലേ അറിയാൻ പറ്റൂ. മിക്കവാറും ശരിയാവും. എത്ര ദിവസത്തേക്കാ അവധി? അവധിയൊക്കെ കഴിഞ്ഞു. തിരുവാതിര കൂടിയിട്ട് പോയാൽ മതി വീട്ടുകാർക്ക് നിർബന്ധം. നാട്ടിലെ തിരുവാതിര കൂടിയിട്ടും കുറെ ആയല്ലോ. അതുകൊണ്ട് ഞാൻ അവധി കിട്ടാൻ കമ്പി കൊടുത്തു. വേഷം കെട്ടി പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും കഷ്ടത്തങ്ങൾ കാണിക്കാനും ആവും. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ. അതൊക്കെ പിള്ളേർക്ക് വിട്ടുകൊടുത്തു. ഓ, സമയം പോയി. പശുവിനെ കറന്നില്ല. അവർക്ക് കാപ്പി കൊടുക്കണം. ഇപ്പോഴും ഉണ്ടോ ഭജനക്കാര്? ഇടയ്ക്ക് ഓരോരുത്തർ വരും. ഞങ്ങൾക്കും അസൗകര്യമൊന്നുമില്ലല്ലോ. ശാരക്കാരില്ലേ? അകത്തുണ്ട്. അമ്മ കിടക്കാവും. വരൂ, കാപ്പി കുടിച്ചിട്ട് പോ. വേണ്ട, പിന്നെ വരാം. കുറച്ചിലായിരിക്കും. ഇവിടുന്ന് പോയാൽ പിന്നെ ആളുകളുടെ സമ്പ്രദായമൊക്കെ മാറും. ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഇവിടുന്നുണ്ട് നേതിച്ചോറിന്റെയും പായസത്തിന്റെയും രുചി. ഇനിയും പോയിട്ടില്ല. ദുബായിൽ വരുമ്പോ ഞാൻ വന്ന് കാണുന്നുണ്ട്. എന്താ വേണ്ടത് പറഞ്ഞോളൂ. എനിക്കെന്താ വേണ്ടത്? പാഴനാര് കിട്ടുമോ അവിടെ? മാല കോർക്കാൻ കിട്ടുമെങ്കിൽ കുറച്ച് കൊണ്ടുവരും.
ഇന്നെന്താ ഷാർക്കൊരു വല്ലായ? എങ്ങും പോണ്ടാന്നും പറഞ്ഞ് പിടിച്ചിരിക്കുക. ആ ഇന്നലെ പൂ പറിക്കാനെന്നും പറഞ്ഞ് പോയിട്ട് നല്ലേട്ടുകാരുടെ കല്ലുവെട്ടാൻകുടി വീണു. എന്നിട്ട് നല്ലേട്ട ലക്ഷ്മിക്കുട്ടിയും മറ്റത്തിലെ മാധവനെയും കൂടിയാ ഷാരക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. പറയണവർക്ക് എന്താ ചെയ്തം? എവിടെയെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞാൽ ബുദ്ധിമുട്ടായില്ലേ? ആരുടെ കാര്യമാണ് നിങ്ങൾ പറയണത്? ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. വ്യത്യസ്തയുടെ കുറവാണെങ്കിലും കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല. മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറയായിരുന്നു. തിരുമേനി ഉറങ്ങിയോ? ഇല്ല. എവിടെയായിരുന്നു? ആറ്റുപുറത്തില്ലത്ത് ഉണ്ണിയുടെ തിരുനാളായിരുന്നു. സേവയുണ്ടായി. ലഭ്യമൊക്കെ കമ്മിയാ. ഇനി നാളെ ഉണ്ട് ഒരു യാത്ര. അത് ഇതാരാ? അതൊക്കെ നടന്നോളും. എന്താ ഈ പറയണേ? ഒക്കെ നടന്നോളുന്നേ. ഒന്ന് രണ്ട് ഇല്ല ഒന്നുകൂടെ ഇടാം. ഒന്ന് രണ്ട് മൂന്ന്. ഒന്ന് രണ്ട് മൂന്ന്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. കള്ളക്കളി. കള്ളക്കളിക്ക് ഞാനില്ല കേട്ടോ. എന്റെ കുരുത എവിടെയായിരുന്നു ഇരുന്നത്? അതവിടെ തന്നെ ഇരുന്നോട്ടെ. വേറെ ഇടാം. നോണേൻ ഞാൻ കൂട്ടില്ല. ആ രാധേ, രാധേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? എന്താന്ന് നീ കാണുന്നില്ലേ ഇതൊക്കെ? എന്തൊരു ശോഭ! ഇത്രയും സുന്ദരിമാരെ ഇതുവരെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. നീരാട്ടിനുള്ള പുറപ്പാടായിരിക്കും. വിളക്കും പിടിച്ച് നിന്റെ അച്ഛനാ മുമ്പിലെ ആ നടത്തം കണ്ടില്ലേ? ആരണംകുട്ടിയെ കാണുന്നില്ലല്ലോ. എന്റെ കുട്ടി എവിടെ പോയി? അവരൊരുമിച്ചാണല്ലോ ഇറങ്ങിയത്. ആ ഇങ്ങ് എത്തിയില്ലോ. എന്തൊക്കെ സ്വപ്നങ്ങളോ അമ്മ കാണുന്നേ. നീ കണ്ടില്ലേ രാവരുന്നു നാരായണൻകുട്ടി? ഇത് ഏട്ടനല്ലമ്മേ, ആശാനാ. ഏതാശാൻ? ഇത് ഞാനാ എന്റെ ശാരദാരെ. നേതൃത്വം എടുക്കൊണ്ടൊരാളെ വല്ലാണ്ട് വെച്ചു. ആ രാഘവ മാഷ് വന്നോ? ഞാൻ കാത്തിരിക്കായിരുന്നു. ഒരു പരാതി അയച്ചരണം. ഇപ്പൊ അല്പം തിരക്കുണ്ട്. വൈകിട്ട് സ്കൂളിലേക്ക് വരും. 2 ചായ കടിക്കാനൊന്നുമില്ല. മത്തായി സാറിന് കാര്യമായിട്ട് വല്ലതും കൊടുക്കണം. താഴെ വരെ നടക്കാനുള്ളതാ.
ഓ എനിക്കൊന്നും വേണ്ട. നാട്ടിൽ മഴയൊക്കെ ഉണ്ട് പക്ഷേ സാറ് ഡി ഡി കാണുമോ? ഓ ഇല്ല, ഞാനൊരു 6 മാസത്തെ കൂടി ലീവ് നീട്ടാൻ പോവുക. ഇനിയിപ്പോ ഓണാവധി കഴിയാതെ പുതിയ മാറ്റമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോഴും ഓർഡറൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെയും നീട്ടും, അത്ര തന്നെ. ഉള്ള കൃഷി നോക്കി നടത്തിയാവും സാറിന് ഇതിലും ലാഭം. ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളാ കഷ്ടം. 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലേ കാര്യം മാറും. അതുകൊണ്ടാണല്ലോ ഈ ഓണം കയറാൻ മൂലയെ വന്ന് കിടക്കുന്നത്. ലീവ് വേക്കൻസിയിൽ ആരോ വരുന്നെന്ന് കേട്ടല്ലോ. കുറെ നാളായിട്ട് ഞാൻ എഴുതുക. ഒരാളെ കൊണ്ട് 4 ക്ലാസ് എങ്ങനെ നടത്താനാ? ഇൻസ്പെക്ഷൻ വന്നു പോയോ? ഓ, ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാറില്ല. രജിസ്റ്ററും കൊണ്ട് ചെല്ലാൻ പറയും. കുഞ്ഞുറങ്ങിയോ? നല്ല ക്ഷീണം കാണും. എന്തൊരു വെയിലായിരുന്നു. ഇത്രയും നടപ്പുണ്ടെന്ന് വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോ അല്പ സുഖമുണ്ട്. ഇരിക്കെ, ഞാൻ അല്പം കാപ്പി ഇടാം. ഞാനാകാം. എന്തായാലും ഇന്ന് വേണ്ട, ഇനി സമയം കിടക്കല്ലേ. സാർ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 5 കൊല്ലം കഴിഞ്ഞു. കുടുംബമായിട്ടാണോ? അല്ല, അവർക്ക് നാട്ടിലാ ജോലി. ഞാനിവിടെ അങ്ങ് കൂടും. അപ്പോ ആഹാരമൊക്കെ? രാത്രി കഞ്ഞി വയ്ക്കും, ബാക്കി വരുന്നത് രാവിലെ കുടിക്കും. ഉച്ചയ്ക്ക് പിള്ളേർക്കുണ്ടാക്കുന്ന ഉപ്പാവ് കാണും. സാധാരണ ആണുങ്ങളെ ഇങ്ങോട്ട് അയക്കാം. ഇത്തവണ എന്താണ് ആ ഒരു മാറ്റം? ആരും നിൽക്കാറില്ല. ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പേ ഇവിടെ എത്താറുള്ളൂ. സ്വാധീനം ഉപയോഗിച്ച് മാറ്റം വാങ്ങും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താമസിക്കാൻ സൗകര്യമില്ല. പോയി വരാനാണെങ്കിൽ വാഹനങ്ങളില്ല. മഴ തുടങ്ങിയാൽ പിന്നത്തെ കാര്യം പറയാതിരിക്കുക ഭേദം. താമസത്തിന്റെ കാര്യത്തില് സാറ് വല്ലതും ആലോചിച്ചോ? നിങ്ങളുടെ എഴുത്ത് വന്നപ്പോ മുതൽ അതാ എന്റെ ആലോചന. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ശാരമുണ്ട്. അവിടെ ഒരു അമ്മയും മകളും തനിച്ചാ താമസം. അത് നോക്കണമല്ലോ. ആണുങ്ങളുള്ള വീടായാൽ അതും പ്രയാസമാണ്. അവര് സമ്മതിക്കോ? ചോദിച്ചു നോക്കാം. ഭജന ഇരിക്കാൻ വരുന്നവരെ താമസിപ്പിക്കാറുണ്ട്. ഭജന ഇരിക്കാനൊക്കെ ഇവിടെ ആള് വരുമോ? ഇത്ര വലിയ അമ്പലമൊന്നുമല്ല, പക്ഷെ വലിയ പേരാ. എന്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം. മനസ്സ് വെച്ച് നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നടന്നിരിക്കും. അച്ചട്ട. ടീച്ചർ എന്തേ തീരുമാനിച്ചേ? ജോയിൻ ചെയ്യല്ലേ? ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൊല്ലം 5 ഇത് ആദ്യത്തേത്. വേണ്ടെന്ന് വെച്ചാ പിന്നെ എങ്ങനെയാ? എന്നവാ നമുക്ക് അവരോട് താമസക്കാര്യം ചോദിക്കാം. സ്കൂളിലെ പുതിയ ടീച്ചർ ഇപ്പോ ശാരദ താമസം കേട്ടു. ആ, എന്താ ജാതി? നായന്മാരാ. ഇറച്ചി മീനൊന്നും ചാരത്ത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊഴാൻ വരുന്ന മാഷില്ലേ, അങ്ങോരെ കൂട്ടിക്കൊണ്ട് വന്നേ. വിഷമിച്ച് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയണേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയ വേറെ സ്ഥലം ഏതാ? പെണ്ണുങ്ങളാകുമ്പോ പിന്നെ പറയാനില്ല. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഓരോ സമ്പ്രദായം. കല്യാണം കഴിഞ്ഞതാണോ? ആ അതെ, ഒന്ന് പെറുകയും ചെയ്തു. അതുവാ. എന്താ കുട്ടി? ആൺകുട്ടിയാ. അപ്പോ സംബന്ധക്കാരനുണ്ടാവോ കൂടെ? ഏയ്, അങ്ങോട്ട് വരാൻ പറ്റില്ല. തപാലി മാഷാ. ഉച്ചവരെ ഉള്ളൂ. ശമ്പളം കുറവാ. വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടാ ജോലിക്ക് വന്നതെന്നാ പറഞ്ഞത്. ആദ്യത്തെ നിയമനല്ലേ, പറയുന്നിടത്ത് പോകാണ്ടിരിക്കാൻ പറ്റും. തപാലുകാർക്കൊക്കെ ഇപ്പൊ നല്ല ശമ്പളല്ലേ? മാസ്റ്ററൊന്നും അറിഞ്ഞ വെറുതെ വമ്പത്തം പറഞ്ഞതാവും. എന്തായാലും ജാഥയ്ക്കൊരു കൂട്ടായി. പശുവിനെ കറക്കലും കുട്ടിയെ നോട്ടമൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവർക്ക് മാല കെട്ടാൻ സമയം ഉണ്ടാവുമോ ആവോ? ശാരദാണെങ്കിൽ സ്ഥലം ധാരാളം. പിന്നെ അവർക്കൊരു സഹായാവെന്ന് കരുതിട്ടാ. ഭജനക്കാരാകുമ്പോ 7-8 ദിവസം കഴിയുമ്പോ പോവില്ലേ. ഇതിപ്പോ അതാ ഒരു ബുദ്ധിമുട്ട്. സാധനങ്ങളൊക്കെ മുകളിലത്തെ മുറിലേക്ക് എടുത്ത് വെക്കാം. സൗകര്യങ്ങളൊക്കെ കുറവാ. ഞാനൊരു കാൽപ്പെട്ടി ഒഴിച്ചു തരാം തുണികൾ വെക്കാൻ. ഓ, ഇതൊക്കെ തന്നെ ധാരാളം.
കൊള്ളാവുന്നൊരിടത്താണല്ലോ ആക്കി പോണെന്ന് തന്നെയാ വലിയൊരു സമാധാനം. രാമന് മോൻ വരുന്ന ചേച്ചിയുടെ ആരാ വന്നിരിക്കുന്നത് നീ കണ്ടില്ലേ രാധേ? ആരണക്കുട്ടി ഭാര്യ. എവിടാ കുട്ടി? ഞാൻ അതിനെ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ ആരെ അറിയിക്കാണ്ട ഒരു വരവ്? അത് ഏട്ടനല്ലേ, ഇവിടെ താമസിക്കാൻ വന്നവരാ. കുട്ടി അവരുടെയാ. എന്റെ പേര് ചന്ദ്രൻപിള്ള എന്നാ. നന്ദിനിക്ക് ഇവിടെ ടീച്ചറായി ജോലി കിട്ടി. നാരായണൻകുട്ടി അറിയോ? അവന് ഗവൺമെന്റിലാ ജോലി. കേസരിയോഗ. അതാ അടിക്കടി ഈ കയറ്റം. അവനെ കാണുമോ? കാണാം. ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ പറയണം. അവന്റെ കാശൊന്നും ഇവിടെ ആർക്കും വേണ്ട. പറയോ? പറയാം. അതി, ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങളെപ്പോഴാ അമ്പലത്തിൽ നിന്ന് വന്നേ? കുറെ നേരമായി. ഉണർത്തണ്ടാന്ന് എഴുതി. കണ്ണം വല്ലതും കഴിച്ചിട്ടാണോ കിടന്നേ? അതെ. നന്ദിനിയും കൂടി ഇരുന്നോളൂ. വേണ്ട, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞാൻ വിളമ്പി കൊടുക്കാം. അയ്യോ, അത് വേണ്ട. അമ്മ കണ്ട ഒക്കെ അശുദ്ധാക്കിന്ന് പറയും. കഥ കടിച്ചേക്കട്ടെ. ആ കുട്ടിയുടേത് നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നു. നിന്റെ ഭാഗ്യം. പാവം, ഇതുവരെ ആരും വന്നില്ല. ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. എന്തേ പറ്റിയത്? അറിയില്ല, ഞാനൊന്നും ചോദിച്ചില്ല. അച്ഛൻ മരിച്ചു കുറച്ച് കഴിയണേനും ഏട്ടനും മരിച്ചു. അപകടമായിരുന്നു ഇത്രേ. അതിനുശേഷം അമ്മയ്ക്ക് ബുദ്ധിഭ്രമം തുടങ്ങിയത്. ഞാൻ വന്നതുകൊണ്ട് മിണ്ടാനും പറയാനും ഒരാളായല്ലോ എന്ന രാധയുടെ സമാധാനം. സ്കൂളിൽ പോകുമ്പോ കണ്ണനെ എന്ത് ചെയ്യുന്ന ഓർത്തായിരുന്നു എനിക്ക് വേവലാതി. എന്തായാലും കണ്ണനെ അവര് നോക്കിക്കോളും. അവന് പരിചയക്കുറവുണ്ട്. ഓ, അതൊക്കെ മാറിക്കോളും. നീ ഇവിടെ കിടക്ക്. വേണ്ട വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ആ ജനലിന്റെ പാളി ഒന്ന് തുറന്നിടല്ലേ? അല്പം കാറ്റ് കയറട്ടെ. എന്തൊരു ഉഷ്ണം. വാമൻ, നടന്നു. ഞാൻ തൊഴുതിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. യാത്രയുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, പകരത്തിനൊരാളെ കിട്ടാനില്ല. പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. നന്ദിനിക്ക് പരിചയക്കുറവ് കാണും. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ഇവിടുത്തെ കാര്യങ്ങളോർത്ത് വിഷമിക്കണ്ട. സമാധാനത്തിൽ പറ്റുള്ളൂ. ഞാൻ ഈ വഴി അങ്ങ് പോകും. ഉണ്ണാൻ വരില്ലേ? ഇല്ല, 2 ദിവസത്തേക്ക് ഒരു പകരക്കാരനെ ഏൽപ്പിച്ചാ പോകുന്നത്. അയാളിനി എന്തൊക്കെ കുഴപ്പമാണോ ഉണ്ടാക്കി വെക്കാന്നറിയില്ല.
നില കുടിച്ചോണ്ട് കിടന്നാലേ ഉറങ്ങി. ഒന്നും കിട്ടാനില്ല, എന്നാലും തപ്പിക്കൊണ്ട് കിടക്കണം. സ്കൂളിൽ പോകുമ്പോഴാ പ്രശ്നം. കണ്ണം മാറിപ്പോ ആവോ? കൊണ്ടുപോയാലും ബുദ്ധിമുട്ടാ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാന്ന് പറഞ്ഞതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അവിടുത്തെ കാര്യമൊക്കെ കുഴപ്പത്തിലാവും. രണ്ടിടത്തും ഉണ്ട് ചെറിയ കുട്ടികള്. കണ്ണന്റെ കാര്യം ഓർത്ത് നന്ദിനി വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ചിലപ്പോ കുറച്ച് കരയുമായിരിക്കും, അത് പരിചയപ്പെടുമെന്നാണെന്ന് കരുതിയാൽ മതി. രാധയെ ബുദ്ധിമുട്ടിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാത്തിനും ഒരാളല്ലേ ഉള്ളൂ. ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. പിന്നെ അമ്മ വല്ലതൊക്കെ പറയും, അത് കേട്ടില്ലാന്നടിക്കുക. ചന്ദ്രേട്ടന് ശമ്പളമൊക്കെ മോശ. 500 രൂപ കിട്ടും. അതുകൊണ്ട് എന്താകാൻ? അച്ഛന്റെ മരുന്നിന് തന്നെ തികയില്ല. പള്ളിവ കൃഷിയും ഗുണമില്ല. പിള്ളേരുടെ കാര്യ കഷ്ടം. അവർക്കും ആവശ്യങ്ങളില്ലേ? വീട്ടിൽ നിന്ന പ്രാന്ത് പിടിക്കും. അതുകൊണ്ട് പകരത്തിനാണേലും വേണ്ടില്ലാന്ന് വെച്ച് പോകുന്നത്. നന്ദിനി, നന്ദിനി, ഞാൻ നേരം എടുത്തു. എനിക്ക് മൊന്റെ കാപ്പി ഇരിപ്പുണ്ട്. കുട്ടിക്കുള്ള പാല് വേറെ കാച്ചണം. തങ്കത്തി പാല് കൊടുത്തിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകും. വേഗം വരാം. നേരെ ഇത്രയ്ക്കായോ? ഞാൻ ഉറങ്ങിപ്പോയി. ആൺകുട്ടികൾ കരിയേ മോം എടുക്കണല്ലേ? അമ്മമ്മ അമ്മ പാല് തരാം. ആൺകുട്ടികൾക്ക് ദുശ്ചാഠ്യം കൂടും. നേദ്യം കഴിഞ്ഞിട്ടില്ല, കുറച്ച് നിൽക്കൂ, കഴിച്ചിട്ട് പോവാം. കണ്ണും വല്ലതും കഴിച്ചോ? കൊൽക്കത്തി ഉണ്ടാക്കി കൊടുത്തു. 1-2 ഞാനും കഴിച്ചു, അത് മതി. നേദ്യക്ക് വന്നിട്ട് പോയാ പോരെ? താമസിക്കും, നേരെ ഒരുപാടായി. ഉച്ചയ്ക്ക് വരുമോ? ഇല്ല, ഞാൻ അവിടെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ഉപ്പുമാവ് കഴിച്ചോളാം. കണ്ണം കാണാതെ എങ്ങനെയാ പോവെന്ന എന്റെ ആലോചന. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ട് അന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ. നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ളൊരു മുത്തശ്ശിയെ പോലെ ഉള്ളൊരു മുത്തശ്ശിയുടെ കഥയാണ് ഈ പാട്ടിൽ പറയുന്നത്. ഈ മുത്തശ്ശി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ മുത്തശ്ശി കഥ പറയാറില്ലേ? മുത്തശ്ശിന്ന് എങ്ങനെയാ എഴുതുക? മുത്തശ്ശി. നന്നായിരുന്നു. ഞാൻ പുറത്തു നിന്ന് ശ്രദ്ധിച്ചു. ക്ഷമിക്കില്ല, 1-2 ദിവസം കൂടി കഴിയുമ്പോൾ ശരിയാണ്. കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ലെന്നൊരു തോന്നല്, അതാ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോണത്. മനസ്സിലാവാത്തോണ്ടാണോന്ന സംശയം. അത് കാര്യമാക്കണ്ട. കുറച്ച് തിരിച്ചറിവുള്ള കുട്ടികളാവട്ടെ എന്ന് കരുതിയ ടീച്ചർ ഞാൻ 4ാം ക്ലാസ് വിട്ടത്. 1ാം ക്ലാസ്സുകാരാവുമ്പം വലിയ പ്രയാസമായിരിക്കും. ഇവരെ ഒന്ന് വിരട്ടി നിർത്തിയാൽ മതി. വിളമ്പാറായോ? വരും, കുട്ടികൾക്ക് ആഹാരം കൊടുക്കും. ഉപ്പുമാവും പാലുമാ പറഞ്ഞിരിക്കുന്നു. അതിന് പാലവിടെ കിട്ടാനാ?
അതുകൊണ്ട് ഉപ്പും ആവും പച്ചവെള്ളവും കൊടുക്കും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ആൾക്കാരാ. അവിടവുമായി കണ്ണനും ഇണങ്ങാനുണ്ട്. നശിച്ച സ്ഥലം. എങ്ങനെയെങ്കിലും ഇക്കൊല്ലം കൂടി ഒന്ന് കഴിക്കും. സാറിന് മാറ്റാണോ? നാട്ടിലേക്ക് തന്നെ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടാ താമസം. ഇക്കൊല്ലം അവിടുത്തെ എച്ചം പിരിയും. അപ്പൊ പിന്നെ എച്ചമായി തന്നെ ജോയിൻ ചെയ്യാമല്ലോ. ഇവിടുത്തെ സർവീസിൽ ക്ലെയിമും ആവും. ഭാര്യയ്ക്ക് നാട്ടിലാ ജോലി, സഹകരണ ബാങ്കില്. ടീച്ചർക്ക് PSC ഒന്നും ആയില്ലേ? ലിസ്റ്റായിട്ട് 2-3 കൊല്ലായി. ഇനി കാലാവധി കഴിഞ്ഞൊന്ന് കേൾക്കാം. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. ഒരു ഓലപ്പുരയിലാ ജനിച്ചത്. വിശന്ന് പൊതി. എത്ര പേരാണെന്നോ? ചക്രക്കുഴിയിൽ മീൻ പിടിച്ചും കണ്ടത്തിൽ വിതച്ച വിത്ത് കാക്കയും കോഴിയും കൊണ്ടുപോകാതെ നോക്കിയും പകല് കഴിക്കും. ഇടയ്ക്ക് സ്കൂളിലും പോവും. പോകാൻ ആരും പറയില്ല. എന്തെങ്കിലും പറഞ്ഞു തരാനും ആരും. എങ്ങനെയോ പഠിച്ചു. 10ാം ക്ലാസ് കൂടി പാസ്. അപ്പോഴാ ഞാൻ പഠിച്ചു എന്ന് എന്നെ പലരും അറിയുന്നു. അന്ന് മാർക്ക് കിട്ടിയ പ്രയോജനം ഉണ്ടായിരുന്നു. ഇന്നോ ടീച്ചറുടെ കാര്യം തന്നെ നോക്ക്. ഇത്രയും മാർക്ക് കിട്ടിയിട്ടെന്താ? എന്തു പറ്റി? കുറുമ്പേ, ടീച്ചർക്ക് വാഴ വെള്ളം കൊടുക്കും. ഗോതമ്പൊന്നും കഴിച്ച് ശീലം ഉണ്ടാവില്ല, അതാ. കുട്ടി വലിയ ചാടിയായിരുന്നു. ഒരേ കരച്ചില്. പിന്നെ കുറെ നേരം കിടന്നുറങ്ങി. ഇപ്പൊ 2 പേരും കൂടി സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ പോയിരിക്കുക. ആണ ചാടിക്കാരിയൊക്കെ തീണ്ടി ഉണ്ടാവില്ലേ? മുങ്ങി കുളിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി. എനിക്കിതൊക്കെ നിർബന്ധ. ആരാ? ചന്ദ്രേട്ടനോ? ഇത്ര താമസിച്ചപ്പോ ഇനി വരില്ലാന്ന് കരുതി. നേരത്തെ ഇങ്ങ് എത്താൻ വേണ്ടി 2 മണിക്ക് മുമ്പേ ഇറങ്ങിയതാ. വണ്ടി കിട്ടണ്ടേ? കാത്തുനിന്ന് വന്നു. കണ്ണനെവിടെ? അമ്പലത്തിൽ എത്തിയില്ല. നീ ആ തോർത്തും കിടക്ക്, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. രാവിലെ എഴുതാന്ന്. നാളെ ഞായറാഴ്ച. അറിയില്ലല്ലേ? ഒന്ന് പറയാൻ തിരിച്ചു വെക്കാതെ ഞാനിത് വെച്ച് വെച്ചിട്ടേ. കണ്ണു നിറഞ്ഞില്ലേ? എന്റെ കൂടെ കിടത്തിക്കോളാം. വേണ്ട, രാധ കിടന്നോളൂ. ഉച്ചപൂജയ്ക്ക് മുമ്പിങ്ങെത്താം. കണ്ണന്റെ അമ്മയ്ക്ക് സ്കൂളിൽ പോകാറായി. സദാസമയം എന്റെ കൃഷ്ണാന്നും പറഞ്ഞ് അമ്പലത്തിൽ കിടന്ന കുട്ടിയാ. അതിന്റെ കുറ്റാണോ? കുട്ടികളില്ലാത്ത ദുഃഖം കാണില്ലേ? പാവം, ഒരു സംബന്ധവും തരാവില്ല. പെൺകുട്ടികൾക്ക് ഇതൊരു യോഗ. ഒക്കെ ഭംഗിയായിട്ട് നടന്നേനെ ഇവിടെ മൂത്ത ആ ചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ. അതിന് നേരത്തെ എന്ത് വിളിച്ചില്ലേ? ഇനിയിപ്പോ ആരാ? നന്ദിനി ഇവിടെ കുളത്തിലാ കുളിക്കുക? അല്ല, പുഴയിലാ. വേനലാവുമ്പോ നേർക്കും. ഇവിടുത്തെ വെള്ളത്തിന് തണുപ്പ് കൂടുതലല്ലേ? ആവോ. ദിവസം 2 നേരം എന്റെ കുളി ഇതില്ല. അതുകൊണ്ടൊന്നും തോന്നില്ല. ബാഹുബലി ഇവിടെയാ നടക്കാറ്. നിറച്ച ആൾക്കാർ വരും. ബലി ഇടിയിക്കുന്നവരുണ്ടോ ഇവിടെ? എന്താ? അച്ഛന്റെ ബലി വരാറായി. വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. അവധി എടുത്ത ശമ്പളവും കുറയും. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇടായിരുന്നു. ഞാനത് മുടക്കാറില്ല. ഞാൻ മതിയോ? അച്ഛൻ പേരുകേട്ട കാർമികനായിരുന്നു. കൊറേയൊക്കെ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആള് മോശമല്ലല്ലോ.
പ്രിയേ ചാരുശീലേ പ്രിയേ ചാരുശീലേ. ഇടയ്ക്കടക്കട്ടെ. അയ്യേ എന്റെ രാമ, ഒന്ന് നിർത്തുക. ഇതാ ഏതിച്ചോറവിടെ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ച് മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് കിടക്കുക. ഈ കുടിച്ചാലും മതിയാവുക, അങ്ങനെയില്ല. ഓ ആരാ ഇപ്പൊ കുടിച്ചേ? 10 രൂപല്ലേ? മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ കൊണ്ട് ഒന്ന് ഇറങ്ങി കിടക്കണ്ടോ? അപ്പോ ഞാനൊരു ശല്യായി എല്ലാവർക്കും അല്ലേ? എന്താ ഇവിടെ നിക്കണില്ല? പൂവായി പൂവാച്ചാ പൂവാ. എത്രത്തോളം പൂവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്പലക്കുളം നിറയെ താമര പൂത്തിരിക്കുന്നു. എനിക്കൊരു കണ്ണു. രാധേ, നീ കാണുന്നില്ലേ ഈ പൂക്കളൊക്കെ? ആ ചെമ്പ് ഇങ്ങടെ എടുക്ക്, ഞാൻ ഇറങ്ങി പറിക്കാം. വെള്ളം കേറി വരുന്നു, വേഗാവട്ടെ. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? വല്ലോരും വന്ന് പറിക്കണതിന് മുമ്പ് പറിക്കാം. ഏവർക്ക് ഇന്ന് താമരപ്പൂമാല ആവട്ടെ. അമ്മ എന്തൊക്കെയായി കാണുന്നത്? ഇതിപ്പോ രാത്രിയാ, കിടന്നുറങ്ങ്, നേരം വെളുക്കട്ടെ. വരും. എന്താ അത്ര കുറച്ച്? പകല് മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വായിലിക്കേണ്ടതല്ലേ? ഒരു രുചി തോന്നണില്ല. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് വല്ലാതെ മനം മറിഞ്ഞു വന്നു. ആ സാറെന്ത് വിചാരിച്ചാണോ ആവോ? വല്ലവരും വിചാരിക്കേണ്ടതാണോ കാര്യം? ഒന്നും കഴിക്കാണ്ടിരുന്നാൽ എനിക്ക് നടക്കണ്ടേ? കണ്ണന് വയറ്റിലുണ്ടായിരുന്നപ്പോ ഛർദി കലശലായിരുന്നു. നെഞ്ചു പൊട്ടിപ്പോണ പോലെ തോന്നും. 1-2 മാസത്തേക്കേ കാണൂ. ഇതിപ്പോ എത്ര മാസാ? എന്തായാലും ആഹാരം കഴിക്കണം. എന്തോ ഇത്രമാത്രം കരയാൻ? ഞാൻ അല്പം ചെന്നിനായക അരച്ചു തേച്ചു. അവന് കഴിച്ചു കാണും. കുടിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യ. ഭയങ്കര വേദനയാ. എങ്ങനെയെങ്കിലും നിർത്തണ്ടേ? ആഹാ, വേണ്ട വേണ്ട വേണ്ട, മോൻ കരയണ്ട കേട്ടോ. ചേച്ചി എടുക്കാം. ഈ അമ്മ ചീത്തയാ. ഇനി തന്നെ അമ്മ എടുത്തിടന്ന് ഉറങ്ങണ്ട. ചേച്ചി ഇറക്കാട്ടോ. വാവോ. വേണ്ട വേണ്ട വേണ്ട. ആ ഹായ് ഹായ്, ചില്ല് പൊട്ടിക്കാണും. കൂർത്തം കെട്ടത് പൊട്ടിയോ? അറിയാതെ പറ്റിയതാവും. കുട്ടിയല്ലേ? ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഏതാ ഈ കുട്ടി? വേണ്ട 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 കേട്ടോ. കരയണ്ട കരയണ്ട. കണ്ണ കണ്ണ അവിടെ നിക്ക്. കണ്ണൻ വാലുമാക്രിയെ കണ്ടിട്ടുണ്ടോ? കുളത്തിന് നിറയെ വാലുമാക്രിയാ. എന്ത് രസാന്നറിയോ കാണാൻ? വാ, ഓടി വാ. കഷ്ടം കഷ്ടം. ഇന്നും കിടന്ന് മൂത്രം ഒഴിച്ചില്ലേ? ഞാനല്ലല്ലോ. മൂത്രം ഒഴിക്കാൻ മുട്ടണമെന്ന് പറഞ്ഞൂടെ? അതവിടെ വെച്ചേക്കൂ, തൊടണ്ട, അശുദ്ധാവും.
അവൻ കുട്ടിയല്ലേ, തൊട്ടാലും കുഴപ്പമില്ല. നല്ല കാര്യമാണ്. അമ്മയെങ്ങാനും കണ്ടാ പിന്നെ ഇവിടെ മുഴുവനും മുക്കി ശുദ്ധാക്കണം. മോളതവിടെ വെച്ചേക്കൂ. ആ തൊടണ്ട കേട്ടോ, അമ്മമ്മ കണ്ടാ വഴക്ക് പറയും. ഇതൊക്കെ വീട്ടിലുണ്ടായതാ, ഇങ്ങെത്തിക്കാനാ പ്രയാസം. ചുമന്ന് മടുത്തു. ഓ ഇതൊന്നും വേണ്ടായിരുന്നു. മോർണിംഗ് വാ, അച്ഛനൊരു സൂത്രം തരാം. ഹായ്, ചെല്ലുമോനെ. എന്തിനാ ഇത്ര വില കൂടിയതൊക്കെ വാങ്ങി? അവൻ കേടുവരുത്തും, ഒരു സൂക്ഷ്മം ഇല്ല. അത് കണ്ടോ? കണ്ണനിറങ്ങി, ഇങ്ങോട്ട് കിടക്കണോ? വേണ്ട. മുലകുടി നിർത്തിയ പിന്നെ രാധയുടെ കൂടെ കിടപ്പ്. ആദ്യമൊക്കെ എനിക്ക് വിഷമായിരുന്നു. ഒരു കണക്കിന് നന്നായി. കുട്ടികളല്ലേ, കൂടെ കിടത്തുമ്പോ കയ്യും കാലും ഒക്കെ എടുത്ത് തൊഴിക്കും. ഇപ്പോ ഛർദിയൊക്കെ കുറവുണ്ടോ? ഓ അത് കുറച്ചു ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒന്നിനും ഒരു രുചിയില്ല. മീനില്ലാത്തോണ്ടാവും. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കണം. രുചിയില്ലെന്നും പറഞ്ഞൊന്നും കഴിക്കാതിരിക്കരുത്. ഇവിടെ ഇപ്പൊ നിന്റെ കാര്യം നോക്കാൻ വേറെ ആരാ? ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നാലും എനിക്ക് പേടിയാ. തനിയെ കിടന്ന് കരയും. അത്താഴപൂജ കഴിഞ്ഞില്ലേ? ആരാ അവിടെ വർത്താനം പറയുന്നത്? അത് രാധയുടെ അമ്മയാ. ആയമ്മ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് കിടന്നോളൂ. നീരാട്ടിന് പോണ സമയാ. കളയുന്നു. അതൊരു മ്ലാനതാ. ഓ ഒന്നുമില്ല. ഏയ് അതല്ല, കണ്ണനില്ലാത്തോണ്ടായിരുന്നു. അതുകൊണ്ടൊന്നുമല്ല, കാണാത്തതിന് വിഷമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല. എന്തോ ചീത്ത സ്വപ്നം കണ്ട് ഞെട്ടി വന്നു. അപ്പം അതിലൊരു പേടി, കണ്ണിന് വല്ലതും പറ്റുമെന്ന്. ഏയ് വെറുതെ തോന്നിയതാവും. എല്ലാത്തിനും തേവരില്ലേ കൃഷ്ണ? നന്ദന
ചന്ദന ശിശിര തരേണ തരേണ പയോധരേ ഉരുയതു നന്ദന ചന്ദന ശിശിര തരേണ തരേണ പയോധരേ മൃഗമദ പത്രകമത്ര മനോഭവ മംഗള കലശ സഹോദരേ മൃഗമദ പത്രകമത്ര മനോഭവ മംഗള കലശ സഹോദരേ നിജജാലസ യദുനന്ദനീ നിജജാലസ യദുനന്ദനീ യദുനന്ദന ചന്ദന ശിശിര തരേണ തരേണ പയോധരേ നയന തുരംഗ തരംഗ വിലാസ നിരാസകരേ ശ്രുതിമണ്ഡലേ നയന തുരംഗ തരംഗ വിലാസ നിരാസകരേ ശ്രുതിമണ്ഡലേ മനസിക പാശ വിലാസധരേ മനസിക പാശ വിലാസധരേ സുഭഗേ നിരേശയി കുണ്ടലേ യദു നന്ദന ചന്ദന ശിശിര തരേണ തരേണ പയോധരേ ആ കുട്ടി എവിടെ രാധേ? ഞാനിവിടെ ഒക്കെ നോക്കി, കാണുന്നില്ല. ആ കുളത്തിലോ മറ്റോ പോയോന്ന് നോക്ക്, വെള്ളം നിറഞ്ഞു കിടക്കുന്നുണ്ടാവും. കണ്ണനും നന്ദിനിയും രാവിലെ എത്തും. നിനക്ക് സന്തോഷായി അല്ലേ? കണ്ണൻ പോയപ്പോ വീട് ഉറങ്ങിയ പോലെ ഒരു കുഞ്ഞുള്ളത് ആശ്വാസം. ചേച്ചി തനിച്ചാക്കിട്ടല്ലേ കണ്ണൻ പോയത്? ചേച്ചി പണക്കോ തനിച്ച് കിടന്നു. അയ്യോ, വെറുതെ പറഞ്ഞോ, വെറുതെ പറഞ്ഞ. കരയണ്ട കരയണ്ട. എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? ഒരേ തകർപ്പല്ലേ, തലയിൽ വെള്ളം താണിട്ടുണ്ടാവും. രാവിലെ ആട്ടെ കുറച്ച് കഷായം വെച്ചു കൊടുക്കാം. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ? എന്ത് വിശേഷം, കുറെ പരാതി കേട്ടു, അത്ര തന്നെ. ചേട്ടന്റെ വീട്ടിലെ കഴിയുമ്പോ എന്റെ വീട്ടിലെ പരാതി തുടങ്ങിയായി. നിൽക്കാനാണെങ്കിൽ നേരമില്ല. ഒരു ഓട്ട പ്രദക്ഷിണം കഴിച്ചു. എഴുത്തിന് ഇരുത്തുന്നിടത്ത് തിരക്കാണെങ്കിൽ പറയാനും ഇല്ല. കണ്ണും വഴക്കുണ്ടാക്കിയോ? നാക്കിലെഴുതിക്കാൻ കുറെ പാടുപെട്ടു. അനിയത്തി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൈമാറാൻ ഒരാളായി. അനിയത്തി കൂടെ കൂട്ടായിരുന്നില്ലേ? അവൾക്ക് എവിടെ സമയം? ഹിന്ദി പഠിക്കാൻ പോവും, മറ്റേയാൾ ടൈപ്പും ഷോർട്ട് ഹാൻഡും. വെറുതെ വീട്ടിലിരുന്ന ആളുകൾ ഓരോന്ന് പറയും. അതും ശരിയാ. ആലോചനയൊന്നും വന്നില്ലേ?
കൊടുക്കാൻ വല്ലതും വേണ്ടേ? വെറുതെ ആര് വരാനാ? ചന്ദ്രേട്ടന് ഒരേ വാശി, രാധയ്ക്ക് ഒരാളെ കണ്ടെത്തണമെന്ന്. എത്ര കാര്യം ഇഷ്ടമെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്കെന്തിനാ ഇനിയൊരാണ്? എനിക്കെന്റെ സേവരില്ലേ? ഞാനിവിടെ കഴിഞ്ഞോളാം. ഇവിടുത്തെ അമ്പലം പോലെ ഈ നാടിന്റെ ഒരു ഭാഗമായിട്ട്. ഒരിക്കൽ ഞാനും മോഹിച്ചതാ. ഏട്ടന്റെ കൂട്ടുകാരനായിരുന്നു. ഏട്ടൻ പറഞ്ഞറിയാൻ എനിക്കുള്ളൂ. അദ്ദേഹത്തിന് വേണ്ടി മുളകും തട്ടവും കടുമാങ്ങ ഉണ്ടാക്കി ഏട്ടന്റെ കൈ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല. കാണാൻ ആർത്തിയോടെ കാത്തിരുന്നവരാണ്. ചെറുപ്രായല്ലേ, മോഹങ്ങൾക്ക് അതിനോടുണ്ട്. നന്ദിനി, കണ്ണൻ എങ്ങനെയുണ്ട്? ചൂടില്ല, പക്ഷെ മയങ്ങി മയങ്ങി കിടക്കുക. ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെയാ സ്കൂളിൽ പോവാ? നന്ദിനി പറ്റുള്ളൂ, ഞാൻ നോക്കണം. അമ്പലത്തിലെ ജോലി കഴിഞ്ഞോ? ഇല്ല, ഇനി ഉച്ചപൂജയ്ക്ക് മുമ്പ് എത്തിയാൽ മതി. അപ്പോഴേക്കും കുറച്ച് തുളസി കഷായം ഇട്ട് കൊടുത്തു നോക്കാം. വെറുതെ ഒരു ദിവസം അവധിയാക്കണ്ട. ഇന്നലെ രാത്രി 1-2 പ്രാവശ്യം തൂങ്ങി. പിന്നിങ്ങനൊരു കിടപ്പാ. ഒന്നും മിണ്ടണമില്ല, ആഹാരം വേണ്ട. എന്ത് പറ്റുമാവോ? പനിച്ചിട്ടുണ്ടോ? എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂട് വരും. എങ്ങനെ തിരിച്ചു കളിച്ച് നടന്നിരുന്ന കുട്ടിയാ. മരുന്ന് വല്ലതും കൊടുത്തു? ആ, തുളസി കഷായം വെച്ചു കൊടുത്തു. അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് വൈദ്യുതി കാണിച്ചാലോ? ഇന്നത്തെയും കൂടി ഒന്ന് കഴിയട്ടെ, ഓരോ നോക്കാലോ. ആ കുട്ടികളോട് കൊണ്ടുവരൂ, കുറച്ച് തീർത്ഥം വെച്ച് നോക്കാം. ഉപദ്രവത്തിയാണെങ്കിൽ മാറിക്കോളും. പറയൻ, ശീതങ്കൻ, ഓട്ടൻ. അതെ, കുട്ടിക്കത്ര പന്തിയല്ല. ആ വൈദ്യുതി അവിടെ വരെ കൊണ്ടുപോയാലും ആലോചിക്കാം. ഒരു നിമിഷം, ഞാൻ സാറിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. എന്താ കാര്യം? കുട്ടിക്ക് നല്ല സുഖമില്ല. എങ്കിൽ പിന്നെ ടീച്ചർ വെച്ചോളൂ, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. വയ്യാത്തവർക്ക് നടക്കണ്ട, ഞങ്ങൾ കൊണ്ടേ കാണിച്ചിട്ട് വരാം. ആശാനുണ്ടല്ലോ കൂടെ. എന്നാലും കുട്ടി ഒന്ന് കൈമാറണേലോ. അതിനിപ്പോ ടീച്ചർക്ക് വയ്ക്കുവോ? നാമം ജപിച്ചുകൊണ്ടിരുന്നോളൂ, ഞങ്ങൾ പോയിട്ട് വരാം. മോന്തി കറക്കണ നേരത്തെ എങ്ങോട്ടാ? രാവിലെ പോയാ പോരെ? ശകുനം മുടക്കാതെ എന്റെ ശാരദാരെ, ആ കുട്ടിയുടെ കിടപ്പ് കണ്ടില്ലേ? ആ സ്ത്രീകരങ്ങള് ശകുനവും ലക്ഷണവും ഒന്നും നോട്ടമില്ല. ഈ ചാരത്തെ ആണുങ്ങൾ വാഴില്ല. എങ്ങനെ നടന്ന ആളാരാധയുടെ അച്ഛൻ? പെട്ടെന്നല്ലേ അങ്ങ് പോയത്? ഒന്നല്ല 2 എണ്ണാ പോയത്. ഇനി വരുമ്പോ കമ്പിളിപ്പുറപ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ നാരായണൻകുട്ടി പോയത്. എന്താ കേട്ടത്?
എങ്ങനെയുണ്ട്? വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയിരിക്കാം, ഒരു കുറവുമില്ല. എനിക്ക് പേടിയാവുന്നു. ആ വൈദ്യര് മിടുക്കന്. ധൈര്യമായിട്ടിരിക്കും. എന്തെങ്കിലും വിശേഷിച്ചുണ്ടായി അറിയിക്കണം. രാവിലെ വേണേ ആശുപത്രി കൊണ്ടുപോകും. അവരിങ്ങ് വരട്ടെ. കണ്ണന്റെ അച്ഛനെ ഒന്ന് അറിയിച്ച നന്നായിരുന്നു. ടീച്ചർ ഒരു എഴുത്ത താഴോട്ട് പോകുന്ന ആരുടെയും കൈവശം ഞാൻ ആ കാപ്പിക്കട എത്തിക്കാം. ദിവസത്തിൽ ഒരിക്കലെങ്കിലും പോസ്റ്റ്മാൻ അവിടെ വരും. പിന്നെ അവരെങ്ങനെയെങ്കിലും എത്തിച്ചോളൂ. അവരുടെയും കൂടെ ആളല്ലേ. ആരാ? മനസ്സിലായില്ലല്ലോ. വൈദ്യര് കുളിക്കുക എന്നാ പറഞ്ഞു. അതൊരു നല്ല ദിവസമല്ല. ആരാത്? ആശാനോ? എന്താ? സ്കൂളിലെ പുതിയ ടീച്ചറുടെ കുട്ടിയാ. ഇന്നലെ മുതല് ഒരു അത്യത, ഒരേ കിടപ്പാ, മിണ്ടാട്ടില്ല. കുട്ടി അവിടെ കിടത്തും. ഞാനൊന്ന് നോക്കട്ടെ. മുല കുടിക്കുന്നുണ്ടോ? ഇതല്ല കുട്ടിയുടെ അമ്മ. ഇത് നമ്മുടെ കിഴക്കേടത്തെ ഗോപാലപ്രസാദയുടെ മോളല്ലേ. അമ്പലത്തിൽ വെച്ച് വൈദ്യുതി കണ്ടിട്ടുണ്ടാവും. കുട്ടിയുടെ അമ്മയുടെ വയ്യാണ്ടിരിക്കുക. രണ്ടാമത്തത് വയറ്റിലുണ്ട്. ലക്ഷണം കണ്ടിട്ട് അത്ര പന്തിയല്ല. ഉപേക്ഷ വിചാരിക്കരുത്. ശാരസ്യാരുടെ കുട്ടിക്ക് അതിന്റെ ജീവനാണ്. പെറ്റ തള്ളയെ മാറിയാ നോക്കുന്നത്. ഏതായാലും ഞാനൊരു മരുന്ന് തന്നെ. 3 തവണയായിട്ട് നേരത്തോട് നേരം കഴിയട്ടെ. കഷായവും തളവും ഒക്കെ വേണ്ടി വരും. സമാധാനത്തില്ല. ഒക്കെ ശരിയാവും. കുറച്ച് കിടക്ക്, എന്റെ ക്ഷീണം കൂടും.
വേണേ പട്ടണത്തിൽ പോയി മരുന്ന് വാങ്ങി വരാം. അതൊക്കെ ബുദ്ധിമുട്ടാവും. ക്ലാസ് ഉള്ള ദിവസമല്ലേ. ഇന്നുകൂടി വൈകിട്ട് മരുന്ന് കൊടുത്തു നോക്കാം. അപ്പോഴേക്കും കണ്ണന്റെ അച്ഛനും എത്തും. സ്കൂളിലെ കാര്യം ഓർക്കുമ്പോഴാ. അതോർത്ത് വിഷമിക്കുന്നു. ആബ്സെന്റ് മാർക്ക് ചെയ്യുന്നില്ല. ടീച്ചർ വന്നിട്ട് ഒപ്പിട്ടാ മതി. എങ്ങനെയുണ്ട്? മോന്റെ ഉവാവ് പറഞ്ഞോ? ആരാ വന്നിരിക്കണം നോക്ക്. ഒരു കുറവില്ലല്ലോ. നമുക്ക് നാളെ രാവിലെ ആശുപത്രി കൊണ്ടുപോകാം. കണ്ണന്റെ അച്ഛൻ പറഞ്ഞവരെ കാത്തിരുന്ന സമയം പോകും. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കും. തേയിലടക്കുന്നതിന് മുമ്പ് ഗോണിപ്പാലം കടക്കണം. വർക്ക്യാപ്പിലോട് കാളവണ്ടിക്ക് പറയാം. രാജന് വണ്ടി കിട്ടിയോ? ഒരുപാട് നേരം നിന്നു. അമ്മയും സുമതിയും കൂട്ടി നാളെ വരാന്നാ പറഞ്ഞു. നടുവിന് വല്ലാത്ത വേദന. വല്ലാതെ ഉണ്ടോ? യാത്രയുടെ ആയിരിക്കും. വേണേ ഡോക്ടറെ കാണാം. രാത്രി ഇരുന്നോളൂ. എനിക്കൊന്ന് കിടക്കണം. നടു പൊട്ടി പൊളിയണ പോലെ. കുഞ്ഞിനെങ്ങനെയുണ്ട്? മോള് സമാധാനിക്ക്. എന്താ സോക്കേട്? ഇടയ്ക്കിടയ്ക്ക് പനി തരും. വിട്ടു മാറുന്നില്ല. പനി ഒരു വല്ലാത്ത സോക്കേടാ. സൂക്ഷിക്കണം. ഇവിടെ ഉണ്ടായിരുന്ന വയറ്റിലുള്ള പെണ്ണെവിടെ? അവരല്ലേ കുഞ്ഞിന്റെ അമ്മ? ആ, എന്നിട്ട് അവരെന്തി? വേറെ അടുത്തില്ലയോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നി. വാർഡിലേക്ക് കൊണ്ടുപോയി. നടുവേദന കുറയുന്നില്ല. വെറുതെ കളയരുത്. മുഴുവൻ കഴിക്കണം. എനിക്കൊന്നും വേണ്ട. തീരെ വിശപ്പില്ല. കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ വരാം. നന്ദിനി ഇവിടെ തനിച്ചാണ്.
പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. കൈ കഴുകി ആഹാരം കഴിക്കും. കുഞ്ഞിന്റെ അടുത്ത് ഞാനിരിക്കും. കുട്ടിക്കെന്തോ ഒരു വല്ലായിക. ഒന്ന് വേഗം ഒന്ന് നോക്കണേ. നോക്കൂ നന്ദിനി, ദേ നമ്മുടെ കണ്ണൻ വരണു. ആകെ തളർന്ന മട്ട. വാ, നീ വാ. ഉച്ചയ്ക്ക് ചോറുണ്ടോ? അതോ കൊണ്ടുപോയത് അപ്പടി കളഞ്ഞോ? ഏയ്, എന്തൊരു വേഷം അത്. മഞ്ഞ് കിടന്ന് ഉരുണ്ടൂല്ലേ? അതോ കുട്ടികളായിട്ട് വഴക്കിട്ടോ? ഇതൂടി കഴിക്കുന്ന നെയ് കൂടി കഴിച്ചടാ. പപ്പടവും പിടിച്ചിട്ടുണ്ട്. ഇതൂടി അമ്മയുടെ കുട്ടിയല്ലേ, ഒരു ഉള്ള കൂടി.
ആ ഓടണ്ട കണ്ണ, അവിടെ നിക്ക്. എനിക്ക് ഓടാൻ കഴിയില്ല. പറഞ്ഞ കേക്കില്ല ഈ കുട്ടി. തലയിൽ എണ്ണ തേച്ചോണ്ട് ഓടി നടന്ന തല വേർക്കില്ലേ? അവിടെ നിൽക്കും മോനെ. തലയിൽ നീരിറങ്ങിയ പനി പിടിച്ചുട്ടോ. ഇതെവിടെയാ ഇതിന്റെ വാതില്? രാധയെ കണ്ടില്ലല്ലോ. അറിഞ്ഞില്ലേ? ആ ടീച്ചറുടെ കുട്ടി മരിച്ചു. കഷ്ടായി പോയി. കുട്ടിയുടെ അച്ഛനെയും അമ്മയും കാലം വിഷമമാക്കാം. കുറച്ചു കാലം കണ്ണനെ നോക്കി എന്നുള്ളത് നേരാ. എന്നുവെച്ച് നിത്യബലിയും മറ്റും വേണോ? ബലിയോ? ആരുടെയാ? ആർക്കറിയാം. എന്തൊക്കെയോ ചില മാറ്റങ്ങൾ കാണാനുണ്ട്. തള്ളയെ പോലെ ആവാണ്ടിരുന്ന മതിയായിരുന്നു. എന്താ സംശയം? മകളുടെയും ഗതി അത് തന്നെ. ആ എന്താ രാധേ, ഉടകുടി കഴിഞ്ഞില്ലേ? ഇല്ല, നാളെ സൗമ്യ. വെള്ളനേദ്യവും പായസവും വേണം. അരിയും ശർക്കരയും കൊച്ചുകൂട്ടി കൊണ്ടുത്തരും. കുറച്ച് പുണ്യാഹം കൂടി കിട്ടിയാൽ വേണ്ടിയില്ലായിരിക്കും. എല്ലാം ഒന്ന് തളിച്ച് ശുദ്ധാക്കണം. നിനക്ക് എന്തിന്റെ കേടാ രാധേ? ആ കുട്ടി നിന്റെ ആരാച്ചിട്ടാ? തിരുമേനി തിരിച്ചറിയാത്തതാ. അത് കണ്ണനല്ലേ, കള്ളകൃഷ്ണൻ. എത്ര നാളത്തെ എന്റെ പൂജയുടെ ഫലാണെന്നോ. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം പ്രത്യക്ഷപ്പെട്ടുല്ലോ. സായുജ്യായി. നാളത്തെ കാര്യം മറക്കണ്ട. തൊഴാൻ വരണവർക്കൊക്കെ പായസം കൊടുക്കണം. പിന്നെ ഒരു 3 ബ്രാഹ്മണർക്ക് കാലുകഴി ചുറ്റും. എന്തൊക്കെയാ?
എങ്കിൽ പിന്നെ ദക്ഷിണയാവാം. ദക്ഷിണയൊക്കെ പിന്നാവാം, ആദ്യം മുങ്ങി വരും. അത് പറ്റില്ല, മുങ്ങി വരാൻ സമയമെടുക്കും. ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്തിട്ട് മുങ്ങിയാലേ മനസ്സിന് സ്വസ്ഥത കിട്ടും. അങ്ങനെ തിരിച്ചിരിക്കരുത്. ഇഷ്ടം പോലെ. പിതൃവിന്റെ സമാധാനമാണ് പ്രധാനം. വിഷ്ണുവിങ്കൽ അർപ്പിക്കുന്നുവെന്ന് മനസ്സിൽ ധ്യാനിച്ച് മുങ്ങി വരും. എന്നെ കാക്കണ്ട, പുണ്യാഹം തളിച്ച് ശുദ്ധാക്കണം. ഊണ് കഴിച്ചിട്ടേ പോകാവൂ. Yeah.